നെഹെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. BC 5 എന്ന കാലഘട്ടത്തിൽ ഈ പുസ്തകം നെഹെമ്യാവ് രചിക്കുവാനും ഇടയായി. അഭിഷക്ത ദൈവദാസന്മാരിൽ കൂടി ദൈവജനത്തെ യഥാസ്ഥാനപ്പെടുത്തുന്ന വിഷയങ്ങളെ കുറിച്ചുമാണ് ഈ പുസ്തകം രചിക്കുന്നത്. ആദ്യം ആ രചനയുടെ ഉദ്ദേശം പാർസി രാജാക്കന്മാർ നിമിത്തമായി, ദൈവത്തിന്റെ അഭിഷക്ത ദാസന്മാർ നിമിത്തമായി ജനത്തെ യഥാസ്ഥാനത്തിലാക്കിയ വിഷയം. ദൈവം പഴയ നിയമത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 1 മുതൽ 9 വാക്യങ്ങൾ. പഴയ നിയമത്തിൽ ദൈവം ജനത്തിന് ചില കൽപ്പനകൾ കൊടുത്തു, പ്രമാണങ്ങൾ കൊടുത്തു. നിങ്ങൾ ദൈവത്തെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ അനർത്ഥങ്ങൾ വരുത്തും. അങ്ങനെ ദൈവത്തിന്റെ പ്രമാണമനുസരിക്കുന്നവർക്ക് അനുഗ്രഹവും ദൈവത്തിന്റെ പ്രമാണമനുസരിക്കാത്തവർക്ക് ശാപവുമായി തീരുമെന്നുള്ള പ്രമാണം. ദൈവത്തിന്റെ പ്രമാണമനുസരിക്കുന്നവർക്ക് അനുഗ്രഹം, പ്രമാണമനുസരിക്കാത്തവർക്കോ ശിക്ഷാവിധി. ദൈവത്തിന്റെ പ്രമാണമനുസരിക്കുന്ന വ്യക്തിയെങ്കിൽ ദൈവം നിന്നെ ഒരു സ്ഥാനത്ത് കൊണ്ടുവന്നാൽ, രാജസ്ഥാനത്ത് കൊണ്ടുവന്നാൽ, ഒരു പദവി കൊണ്ടുവന്നാൽ, കുഞ്ഞി പ്രിയപ്പെട്ട വ്യക്തി, ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളയുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. 12 ഗോത്രങ്ങളായി പാർക്കപ്പെടേണ്ട വാഗ്ദത്ത ഗോത്രം എന്തുകൊണ്ട് 10 ഗോത്രമായി വിഭാഗിക്കപ്പെട്ടു, 2 ഗോത്രമായി വിഭാഗിക്കപ്പെട്ടു? ഇവരുടെ അനുസരണക്കേട്. നിന്റെ പട്ടണം എന്തുകൊണ്ട് തീ വെച്ച് നശിപ്പിക്കപ്പെട്ടു? നിന്റെ അനുസരണക്കേടാണ്. നിന്നെ എന്തുകൊണ്ട് ബന്ധനസ്ഥനാക്കി? നിന്റെ അനുസരണക്കേട്. നീ എന്തുകൊണ്ട് പ്രവാസത്തിലേക്ക് പോയി? നിന്റെ അനുസരണക്കേടാണ്. എന്റെ പ്രിയപ്പെട്ട വ്യക്തികളെ, ഇന്ന് പകൽ ഈ വചനങ്ങളെ ശാസനയായി പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ പ്രമാണം മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ പഴയ നിയമം ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു പ്രബോധനം ഇവ നിങ്ങളുടെ മേൽ ഇനി ഉണ്ടാകരുത്. ദൈവത്തിന് പറയാൻ ഒരു മറുപടിയുണ്ട്. കുഞ്ഞേ, നീ അവിടെ നിൽക്കുന്നതിന്റെ പിന്നിൽ, കുഞ്ഞേ നിന്നെ ദൈവം അവിടെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ, കുഞ്ഞേ നീ ഉദ്യോഗത്തിലായിരിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എന്തുകൊണ്ടെന്നാൽ നീ ഭാരവാത്രവാഹകനായിരുന്നത് കൊണ്ടാണ്, നീ പാർത്തിരുന്നത് കൊണ്ടാണ്. ആ രാജാവ് നിന്റെ മുഖം പാടിയിരിക്കുന്നത് കണ്ടിട്ട് രാജാവ് നിന്നോട് ചോദിച്ചു, നെഹെമ്യാവേ, നിന്റെ മുഖം എന്തിനു പാടിയിരിക്കുന്നു? ചില സ്ഥാനങ്ങളിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. പിന്നെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ പാനപാത്രവാഹകനാകാതിരുന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മുഖം വാഴുന്നത് കാണും. ചിലപ്പോ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ നാട്ടുകാരായിരിക്കുക. എന്താ ഗുണം? 14 വർഷങ്ങൾക്ക് ശേഷം നീ ഇസ്രായേലിൽ പോകുന്ന നെഹെമ്യാവ്, ആലയം തീ വെച്ച് നശിക്കപ്പെടുമ്പോൾ ആലയം പണിയുവാൻ നീ നേതൃത്വ സ്ഥാനത്തിൽ വരണം. നെഹെമ്യാവേ, നിന്റെ കൈയാൽ 52 ദിവസം കൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന എണ്ണം എങ്ങനെയാണ്? 49,897 യഹൂദന്മാരാൽ നീ മതിൽ പണിയിപ്പിക്കേണ്ടതിനായി ഒരു ലീഡറാകണം. പിടികിട്ടിയില്ല. കുഞ്ഞേണി ഒരു കുടുംബത്തിൽ ഭാര്യയായി, ഒരു ഭർത്താവായി, ഒരു മകനായി, ഒരു മകളായി, സഭയുടെ അംഗമായി നീ കുടുംബത്തിലായിരിക്കുമ്പോൾ ഇവിടെ എന്തിനു വന്നു? ഈ സ്ഥിതിയിൽ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ അകപ്പെട്ടിരിക്കുവാനാണോ ദൈവം എന്നെ ആക്കിവെച്ചതെന്ന് ചോദിപ്പാനല്ല. ചോദ്യത്തിന് മുമ്പിൽ ഒരു പ്രതികൂലത്തിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കുമ്പോഴും പരിശുദ്ധമ പറഞ്ഞു, നെഹെമ്യാവിനെ ദൈവം രാജസ്ഥാനത്ത് കൊണ്ടുവന്നതിന്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നിന്റെ കൈയാൽ, നിന്നെ കൊണ്ട്, നിന്റെ നേതൃത്വ സ്ഥാനത്ത് ചില പദ്ധതികൾ ദൈവത്തിന് ചെയ്യിപ്പിക്കണമെന്ന് കാലങ്ങൾക്ക് മുമ്പേ ഒരു വാഗ്ദത്തം നിന്റെ മേൽ ഉണ്ടായിരുന്നുകൊണ്ട് അതിനകത്ത് ആയതിനകത്ത് ദൈവം നിന്നെ ആ സ്ഥാനത്താക്കി വെച്ചതെന്ന് പറഞ്ഞു പോകരുത്.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളായിരിക്കുന്ന ചുറ്റുപാടിൽ, ആ ചുറ്റുപാടിലെ പ്രശ്നസങ്കീർണമാകുന്ന ജീവിതാവസ്ഥകൾക്ക് മുമ്പിൽ എന്തുകൊണ്ട് ഞാൻ ഇവിടെ ആയിത്തീർന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്ന് ചിന്തിപ്പാനല്ല, മറിച്ച് യാദൃച്ഛിക എങ്കിലും ഞാൻ ഇവിടെ എത്തിച്ചതെങ്കിൽ ഇത് ദൈവം അറിയാതെയല്ല, അല്ലെങ്കിൽ ദൈവം അറിഞ്ഞിട്ടില്ലെങ്കിലും ദൈവം ഇപ്പോൾ അറിയുന്നതാകയാൽ ഇവിടെ ഞാൻ ആയിരിക്കുന്നത് പിന്നിൽ എന്നാൽ ചില ഉദ്ദേശങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ അറിയാതെ പോകുന്നു. ഈ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ 12 പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നു. ഹലോ, അമ്മച്ചി ശ്രദ്ധിച്ച് കേൾക്കുന്നു. 12 പ്രാർത്ഥനകൾ നെഹമ്യാവിന്റെ ഈ പുസ്തകത്തിൽ പറയപ്പെടുമ്പോൾ അതിങ്ങനെയും പറയുന്നു. 12 പ്രാവശ്യം ഒരു ദിവസം നെഹമ്യാവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. 12 പ്രാവശ്യം പ്രാർത്ഥിച്ചതായിട്ട് 12 പ്രാർത്ഥനകളായിട്ട് ഇതിനകത്ത് കാണും. അപ്പോൾ ഈ പുള്ളിക്കാരൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഇദ്ദേഹത്ത് കരയുക പതിവായിരുന്നു, കണ്ണുനീർ ധാരാളമായി ഒഴുകുക പതിവായിരുന്നു. കൃത്രിമ കണ്ണുനീരല്ല. പക്ഷേ അവിടെ ഒരു ചിന്ത, ഇതിന്റെ വ്യാഖ്യാനം എഴുതി വെച്ച പുസ്തകത്തിൽ ഞാൻ വായിച്ചപ്പോൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്: സാധാരണയായി മനുഷ്യൻ കരയുന്നത് തങ്ങളുടെ അവസ്ഥയുടെ വിഷയപരിഹാരം നേടേണ്ടതിനായി അവസ്ഥകൾ നിമിത്തമായി നാം അറിയാതെ കരയുകയാണ്. എന്ന് പറഞ്ഞാൽ അവസ്ഥ നിമിത്തമായി കരയുന്നു. ചുരുക്കി പറഞ്ഞാൽ ആ അവസ്ഥകൾ എന്റെ മേലുള്ളൊരു പ്രശ്നപരിഹാരമാകണമെന്നതിൻ്റെതാകുന്ന അടിസ്ഥാനത്തിലാണ് ഇവർ കരയുന്നത്. പക്ഷേ നെഹമ്യാവ് കരഞ്ഞത് അങ്ങനെയല്ല. വേദപുസ്തകത്തിൽ 2 വ്യക്തിത്വങ്ങളെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നു. കരഞ്ഞ 2 വ്യക്തികളുടേതാകുന്ന പ്രത്യേകതകൾ, ക്വാളിറ്റികൾ. 1 യേശുക്രിസ്തുവും, 2 നെഹമ്യാവും. ഈ 2 പേരും കരഞ്ഞത് വ്യക്തിപരമാകുന്ന വിഷയത്തിനല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. ഹലോ, നെഹമ്യാവേ, നീ എന്തിനാ കരഞ്ഞതെന്ന് നെഹമ്യാവിനോട് ചോദിച്ചാൽ, എന്റെ കണ്ണുനീർ എന്റെ പ്രശ്നങ്ങളുടേതാകുന്ന അവസ്ഥയിൽ ഞാൻ പ്രദർശന നിലവാരത്തിൽ കരയുന്നതല്ല, മറിച്ച് എന്റെ കണ്ണുനീർ കൊണ്ട് ഞാൻ ദൈവത്തോടുകൂടി പ്രാർത്ഥിച്ചൊരു യുദ്ധം ചെയ്യുന്നു മറ്റുള്ളവർക്ക് വേണ്ടി. ഹലോ, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, മാതാവേ, പിതാവേ, നിന്റെ രക്തബന്ധങ്ങൾക്ക് വേണ്ടി നിനക്ക് കരയുവാൻ ഇത്തരത്തിൽ കഴിയുന്നുണ്ടോ എന്ന് ഈ വാക്യങ്ങൾ പഠിച്ചപ്പോൾ ഞാൻ വല്ലാതെ അവസ്ഥയിലായിപ്പോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥകൾ ഓർത്തുകൊണ്ട് നമ്മൾ കരയപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നെഹമ്യാവിനോട് ചോദ്യം, നെഹമ്യാവ് എന്റെ അപ്പന് വേണ്ടിയോ എന്റെ സഹോദരന് വേണ്ടിയോ അല്ല ഞാൻ കരഞ്ഞത്, ഒരു കൂട്ടം യഹൂദന്മാർക്ക് വേണ്ടി, തീ വെച്ച് നശിക്കപ്പെട്ട് കിടക്കുന്ന ആലയത്തിന്റെ പുനരുദ്ധാനത്തിന് വേണ്ടി. 7, 8, 9 വാതിലുകളെ കുറിച്ച് പറഞ്ഞു. 52 ദിവസം കൊണ്ട് പണിയപ്പെടേണ്ട മതിലുണ്ടാകുന്ന പണിക്ക് വേണ്ടി നെഹമ്യാവ് കരഞ്ഞു. എങ്കിൽ ഞാൻ ചോദിക്കുന്നത്, കുഞ്ഞെ, നിന്റെ പിതാവിന് വേണ്ടി, നിന്റെ മാതാവിന് വേണ്ടി, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, നിന്റെ ഭർത്താവിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നിനക്ക് എത്രത്തോളം ആത്മാർത്ഥമായി കരയുവാൻ കഴിയുന്നുണ്ട് കുഞ്ഞെ? നിന്റെ വീട്ടുകാർക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ രക്തബന്ധങ്ങൾക്ക് വേണ്ടി, നിനക്ക് വേണ്ടിയെങ്കില് നീ ഒന്ന് ആത്മാർത്ഥമായി കരയ. കണ്ണുനീരിന്റെ മധ്യത്തിൽ മറികടന്ന് പോകുന്ന ഒരു ദൈവമല്ലല്ലോ ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന ദൈവം. നെഹമ്യാവേ, നീ കരഞ്ഞപ്പോൾ നിന്റെ കണ്ണുനീരിനെ കുറിച്ച് പ്രത്യേകതകൾ പറഞ്ഞത് എന്താ? അത് കണ്ണുനീർ പ്രാർത്ഥനയുടെ യുദ്ധമാണ്. ഒടുവിൽ ഈ നെഹമ്യാവ് ഈ കണ്ണുനീരിനെ കുറിച്ച്, എന്റെ കണ്ണുനീർ ഒരു വിജയമായി ഞാൻ കാണുന്നു. നീ കഴിവുള്ളവൻ എന്നുള്ള ബോധമുണ്ടായിരിക്കുന്നത് കൊണ്ടാണ് ഈ പിശാചും മനുഷ്യനും ഒരുപോലെ നിന്റെ ശത്രുവായി തീരുന്നത്. ഹലോ, നമ്മൾ പറയും ഒന്നിനും കഴിവില്ലാത്തവൻ. ഇല്ല, നീ പ്രാർത്ഥിക്കാതിരുന്ന നിനക്ക് ഉറക്കം വരുന്നതിന്റെ അർത്ഥം നീ പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടെന്നാ. കുഞ്ഞെ, നീ ആരാധിച്ചാൽ നിന്റെ വീട്ടിനകത്തുള്ള അന്ധകാരം മാറിപ്പോകുമെന്ന് ഈ പിശാചിനും അറിയാമെങ്കിൽ നിന്റെ ആരാധനയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതിന്റെ കാരണം നീ കഴിവുള്ളവളാ. പക്ഷെ നീ ആരാധനയ്ക്ക് വന്നാൽ നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറുമെന്ന് ഈ പക്ഷികൾക്ക് അറിയാവുന്നതുകൊണ്ട് എന്തുകൊണ്ട് നിന്റെ ആരാധനയ്ക്ക് തടസ്സമുണ്ടാകുന്നു? അതിന്റെ അർത്ഥം നിന്നിൽ കഴിവുണ്ട്. നിന്റെ ആത്മീയ ജീവിതത്തിൽ, നിന്റെ പഠനവും
വിശ്വാസവും നിന്റെ വിശുദ്ധീകരണവും നിന്റെ വചനധ്യാനത്തിനൊക്കെ തടസ്സങ്ങൾ മനുഷ്യൻ പിശാച് ഉണ്ടാക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നീ പ്രാർത്ഥിച്ചാൽ, നീ ഉപവസിച്ചാൽ, നീ ആരാധിച്ചാൽ എന്തോ വിളവുണ്ട്. നിനക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടല്ലേ? പക്ഷെ നീ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിച്ചു, നീ പ്രാർത്ഥിക്കുന്നു, പക്ഷെ നിന്നെ കൊണ്ട് പൂർണ്ണമായി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. തടസ്സം. എന്തൊരു തടസ്സം? ആരാധനയ്ക്ക് വരണം അതിന്റെ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയാതെ പോവുക. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുണ്ട്, പക്ഷെ കഴിയാതെ പോകുന്നു. വിശുദ്ധീകരണത്തിന് വേണ്ടി നീ ആഗ്രഹിക്കുന്നത് കഴിയാതെ പോകുന്ന തടസ്സമല്ലേ? തടസ്സത്തിന്റെ കാരണം നീ പ്രാർത്ഥിച്ചാൽ, നീ ആരാധിച്ചാൽ ഒരു വിടുതലുണ്ടെന്ന് പറയുകയാണ്. നീ പ്രാർത്ഥിച്ചാൽ, നീ ആരാധിച്ചാൽ ചില അത്ഭുതങ്ങൾ നിന്റെ ഇന്നലകളിൽ കാണാത്തത്, നീ കേൾക്കാത്തത്, മനസ്സിൽ തോന്നാത്ത വലിയ അനുഭവങ്ങൾ നിനക്ക് വേണ്ടി ദൈവത്തിന് പ്രവർത്തിക്കുവാൻ മനസ്സുണ്ടത്രേ. നെഹമ്യാവിൻ്റെതാകുന്ന വിവിധമാകുന്ന ക്വാളിറ്റികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒരു ദേശത്തിന്റെ ജനതയുടെ വിടുതലിനായി പ്രവർത്തിച്ച ഈ നെഹമ്യാവിനുണ്ടായ പ്രശ്നങ്ങൾ കേൾക്കണ്ടേ? ഹലോ, പറഞ്ഞാണ്ട് ശക്തിയോടെ പറഞ്ഞാണ്ട് ഇദ്ദേഹത്തിനുണ്ടായ പ്രശ്നങ്ങൾ കേൾക്കണ്ടേ? ആറുവിധ പ്രശ്നങ്ങൾ ഞാനത് വായിച്ചു പഠിച്ചപ്പോൾ എനിക്ക് കാണുവാൻ സാധിച്ചു. ഒന്നാമത്തെ പ്രശ്നം, ഇദ്ദേഹത്തിന് അകത്തും പുറത്തു നിന്ന് പ്രശ്നങ്ങൾ, എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എന്താണ് ഞാൻ പറഞ്ഞത്? വീട്ടിനകത്ത് ഞാൻ ആത്മീയനാണെങ്കിൽ വളരുവാനോ പ്രാർത്ഥിച്ചു പ്രാപിക്കാനോ കഴിയാതെ വണ്ണം എന്റെ ശത്രുക്കൾ എന്റെ വീട്ടിനകത്ത് തന്നെ കാണും. സഭയിലുണ്ടാകാം, ചുറ്റുപാടുകളുണ്ടാകാം, അത് രക്തബന്ധങ്ങളായിത്തീരാം. ഓക്കെ, അത് നെഹമ്യാവിനുണ്ട്. നെഹമ്യാവിന് പറഞ്ഞു, എനിക്ക് എതിർപ്പുകളുണ്ട്. ആ എതിർപ്പുകൾ അകത്തും ഞാൻ പാർക്കുന്ന വീട്ടിലും പുറത്തുനിന്ന്